കല്യാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങളാകുമ്പോഴേക്കും ഒരു സ്ട്രെസ്സ് നമ്മളുടെ എല്ലാവരുടെയും തലയിൽ വന്നിട്ടുണ്ടാവും. എന്താ വിശേഷമൊന്നും ആയില്ലേ, എന്താ കുട്ടികളൊന്നും വേണ്ടേ, ഇങ്ങനെ നടന്നാൽ മതിയോ? ഇതായിരിക്കും കേട്ടോ ഒരു വിഭാഗം ആൾക്കാർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നാട്ടുകാരോ ബന്ധുക്കളോ കുടുംബക്കാരോ ആരുടെയെങ്കിലും ആയി നിന്ന് ഇത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അടുത്ത ചോദ്യം, അതായത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാലുള്ള അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാലല്ലേ, അല്ലെങ്കിൽ അടുത്ത ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അനാവശ്യമായിട്ടുള്ള ഉപദേശമാണ്. അപ്പോൾ നമ്മളുടെ ടോപ്പിക് ഇതിനെ കുറിച്ച് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കാരണം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂ മോം ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കട്ടെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം നമുക്ക് തന്നെ കുറേ കൺഫ്യൂഷൻസ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ കുറേ ഉപദേശങ്ങൾ വരുമ്പോണ്ടല്ലോ ആകെ തല പെരിക്കുന്ന ഒരവസ്ഥയായിരിക്കും കേട്ടോ. അതല്ലാതെ ഇപ്പം ഇനിയിപ്പോൾ ഒരു 3-4 മക്കളുടെ അമ്മയായാലും ഈ 3-4 മക്കളെ നന്നായി നോക്കിക്കഴിഞ്ഞാലും എന്നാലും ഉപദേശം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കാണുന്ന സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ചിരിയാണോ വരേണ്ടത് ദേഷ്യമാണോ വരേണ്ടത് എന്നറിയാത്തൊരവസ്ഥയാണ് അല്ലേ? പലരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. എന്തേ, അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇങ്ങനൊരു ഫേസിലൂടെ കടന്നുപോയ എല്ലാവർക്കും എന്തെങ്കിലുമായിട്ട് പറയാനുണ്ടാവുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ചിലപ്പോൾ ഫാമിലിയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരിൽ നിന്നായിരിക്കും. അത് ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയൽവക്കക്കാരായിക്കോട്ടെ, ഇനി അതും അല്ലെങ്കിൽ എന്താ പറയുക നാട്ടുകാരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇങ്ങനെ വേണ്ടാണ്ട് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുക. അത് ഈവൻ നമ്മളുടെ പാരൻസ് ആയാൽ പോലും അതൊരു പരിധി കടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര കൺഫ്യൂഷൻസും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മളുടെ പാരൻസിനോടാണെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ പറ്റും അല്ലേ? അതായത് ഓക്കെ മോനാക്കട്ടോ, അതായത് അനവസരങ്ങളിൽ ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മളുടെ പാരൻസിനോടോ നമ്മളുടെ ഇൻലോസിനോടോ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അല്ലേ? ഇനി അത് ചോദിക്കാതെ തന്നെ ചില നല്ല ഉപദേശങ്ങൾ തരുന്നത് ഓക്കെയാണ്. പക്ഷേ അതൊരു അതിര് കടക്കുമ്പോൾ അതാരായാലും അതൊരു തരം സ്ട്രെസ്സ് തന്നെ. ഈവൻ ഹസ്ബൻഡ് ആയാൽ കൂടി അത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ആഗ്രഹിച്ച് നമ്മളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ എത്ര നന്നായി നോക്കിയാലും തൃപ്തി വരാത്തതായിരിക്കും ഈ പാരൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക്. അതായത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അച്ഛനും, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും തന്നെയായിരിക്കും. എന്തുകൊണ്ട് ഈ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് എനിക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എനിക്ക് അനാവശ്യമായിട്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ മോനെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ജോലി പോലും വേണ്ടാന്ന് വെച്ച് അവൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കാനുള്ള ആ ഒരു വേണ്ടാന്ന് വെച്ചു എന്ന് വിചാരിച്ചാൽ എൻ്റെ ലൈഫിലെ നല്ലൊരു ഭാഗം ഞാൻ ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. കുറച്ച് കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തത്, എന്നാലും എനിക്ക് ഏണിങ്സ് വേണം, എൻ്റെ കുഞ്ഞിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്ത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ, എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു തുക എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ബാക്കിയുള്ള സമയത്ത് ഞങ്ങളുടെ ഫാമിലി ലൈഫിനോ എൻ്റെ കുഞ്ഞുമായിട്ടുള്ള സമയത്തിനോ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു വരുമാനമെങ്കിലും എനിക്ക് നേടാനും പറ്റുന്നുണ്ട്. അതായത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഞാൻ നിൽക്കുന്നത്. സോ എനിക്ക് അതായത് എൻ്റെ ലൈഫിലെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എന്നോട് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്ന് പുറമെ ഒരാളുടെയും ഉപദേശത്തിൻ്റെ ഒരാവശ്യമില്ല. സപ്പോസ് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണ്ടുണ്ടെങ്കിൽ മുതിർന്നവരോട്, അതിപ്പോൾ പാരൻസ് ആയിക്കോട്ടെ, ഇനി നമ്മളെക്കാട്ടും പ്രായം കുറഞ്ഞവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മടിയുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്നിലെ അമ്മയെ വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നതോ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇപ്പം ചിലപ്പോൾ കുഞ്ഞ് തടിച്ചിട്ടല്ലല്ലോ, മെലിഞ്ഞിട്ടല്ലല്ലോ, വെളുത്തിട്ടല്ലല്ലോ, കറുത്തിട്ടല്ലല്ലോ, ഇങ്ങനെ പറയുന്ന വേണ്ടാണ്ട് ജഡ്ജ് ചെയ്യൂലേ വേറെ ആരെങ്കിലും ആയിട്ട്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും കേൾക്കുന്നത് പോലും ഇത്ര അറപ്പുള്ള വേറെ ഒരു കാര്യമില്ല കേട്ടോ. അതായത് എൻ്റെ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ആയിരിക്കും മിക്ക പാരൻസും. ഞാൻ എല്ലാ പാരൻസിനും പറയാത്തത് ഇന്നത്തെ സമൂഹത്തിൽ ഏതെല്ലാം തരം പാരൻസിനെ നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ നല്ല
എന്താ പറയുക, നല്ല മനഃശുദ്ധിയോടുകൂടി നോക്കുന്ന അമ്മമാരുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന അമ്മമാരെയൊന്നും ഇതിലേക്ക് അവരെയൊന്നും അമ്മ എന്ന് പറയാൻ കഴിയില്ലല്ലോ. വെറുതെ ജന്മം കൊടുത്തതുകൊണ്ട് ആരും അമ്മയാവുന്നില്ല. കർമ്മം കൊണ്ട് ചിലപ്പോൾ ഈ ജന്മം കൊടുത്ത അമ്മയെക്കാളും വലിയ അമ്മയുടെ സ്ഥാനം കിട്ടുന്നവരും ഉണ്ടാവും കേട്ടോ. നമ്മൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിലും നമ്മൾ വെറുതെ ജന്മം കൊടുത്തുകൊണ്ട് മാത്രം നമ്മൾ ഒന്നും ആവില്ല. പപ്പ മോൻ ചെയ്തോ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ അമ്മയും അച്ഛനും ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ അമ്മയും അച്ഛനാവുന്നത്. കുഞ്ഞുങ്ങൾക്കൊരു പക്വത എത്തുന്നത് വരേക്കും നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് പക്വത എത്തിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അവർക്ക് എപ്പോഴും നമ്മൾ അമ്മയും അച്ഛനും തന്നെയാണ്. ആ സ്ഥാനത്തിന് ഒരു മാറ്റം വരില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് സത്യം പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളുടെ മക്കളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം പലർക്കും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ചിലപ്പോൾ മക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് സ്പർദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സ്വന്തം മക്കളിലും മക്കളുടെ സ്നേഹത്തിലും ആ ഒരു വിശ്വാസമുള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ കല്യാണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മകൾ കല്യാണം കഴിച്ചത് കൊണ്ടോ അല്ലെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയത് കൊണ്ടോ അല്ലെങ്കിൽ ദൂരെ മാറി നിൽക്കുന്നത് കൊണ്ടോ എന്തുകൊണ്ടും തൻ്റെ മോൻ്റെ സ്നേഹം കുറയില്ല എന്നുള്ളൊരു വിശ്വാസം ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടെങ്കിൽ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത്? ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും പറയാം കേട്ടോ. അമ്മ എടുത്തുതരാം കേട്ടോ. ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മോനോട് സംസാരിക്കുന്നത് എന്താ വെച്ചാൽ അവൻ ഉറങ്ങുന്ന സമയത്തായിരുന്നു ഞാൻ കുക്ക് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് അവൻ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവൻ എന്നോട് സംസാരിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ പിന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല ശരിക്കും പറഞ്ഞാൽ. മോൻ ഉറങ്ങാൻ ഒത്തിരി ലേറ്റ് ആവും നൈറ്റിലായാലും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനും വേഗത്തിൽ പോയി കിടക്കാനാണ് നോക്കാറുള്ളത്. അതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഉറങ്ങുന്ന മുമ്പ് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കും. അല്ലാതെ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പം ആ ഒരു ടൈം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിനിടയിൽ കൊടുക്കുന്നത്. ഇത് ഞാൻ ആരെയും ബോധിപ്പിക്കാൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നതോ ഒന്നുമല്ല. ജസ്റ്റ് എൻ്റെ ഒരു സൈഡ് നിങ്ങളിപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുമ്പോൾ അതിലൊരു ഡിസ്റ്റർബൻസ് വരുന്ന പോലെ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഒത്തിരി ആൾക്കാർക്ക് ഇടയിൽ മോൻ്റെ ശബ്ദം കേൾക്കുന്നത് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ഇപ്പം എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ പാരൻസ് എനിക്ക് ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് അത്ര അടിപൊളിയായിട്ടുള്ള പാരൻസിനെയാണ് കിട്ടിയത്. എനിക്ക് ഇന്നും എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓടിച്ചെല്ലാനും എന്ത് കാര്യങ്ങൾ പറയാനും ഇനി പിണങ്ങണമെങ്കിൽ പിണങ്ങാനും ഇണങ്ങണമെങ്കിൽ ഇണങ്ങാനും എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന പാരൻസിനാണ് കിട്ടിയത് എനിക്ക്. അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വിവാഹത്തിന് മുൻപ് എന്താ പറയുക ഉള്ളതിനേക്കാളും ഒരുപാട് ഫ്രീഡാണ് സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ പാരൻസ് തീർച്ചയായിട്ടും വിവാഹത്തിന് മുൻപുള്ളതിനേക്കാളും ഒന്നും കൂടെ ഫ്രണ്ട്ലി ആവുന്നതായിരിക്കും. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഫ്രണ്ട്ലി ആവുന്നതായിരിക്കും നന്നായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്ത് എന്തുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന പാരൻസിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമാണ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറയുമ്പം അത് അഡ്ജസ്റ്റ് ചെയ്യുക, അത് ഇതാക്കും വേണ്ട കാര്യങ്ങളിൽ വേണ്ട സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഒരുപാട് ആളുടെ ഇത് കേട്ടിട്ടില്ലേ, ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്നു എന്ന് പറഞ്ഞാലും മിക്ക അമ്മമാരും പറയും അത്രേ ഇതൊക്കെ ഉണ്ടാവും, പെണ്ണിൻ്റെ ജീവിതം അങ്ങനെയാണ്, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അമ്മയ്ക്ക് സ്വന്തം മകളെ അടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണത് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പലരുടെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ കേട്ടോ. നമ്മൾ കഥകളല്ലല്ലോ, ചിലവർ അവരുടെ ജീവിതം തന്നെയാണ് വന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. സ്വന്തം പെറ്റ അമ്മയ്ക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിയുന്നു, അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒരുപക്ഷെ ആ അമ്മയും അങ്ങനെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും വന്നത്. എന്നാലും സ്വന്തം മക്കൾക്ക് ഇത്തിരി നോവുമ്പോൾ ഏത് അമ്മക്കാ സഹിക്കാൻ പറ്റുക? ഞാനൊരമ്മയായപ്പോൾ എൻ്റെ ഉള്ളിലത്തെ ഒരു മാതൃത്വം വെച്ചിട്ടായിരിക്കുമല്ലോ ഞാനത് ചിന്തിക്കുന്നുണ്ടാവുക. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ഇത്തിരി വേദന പറ്റുമ്പോൾ ആ ഒരു അമ്മക്കുണ്ടാകുന്നൊരു പെയിന് അത് എത്ര വലുതായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. എന്നിട്ടും മക്കളെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ ശ്രമിക്കുന്ന അമ്മമാരുടെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ദഹിക്കാത്തത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മിക്ക അമ്മമാരുടെയും പ്രശ്നം എന്താണെന്നറിയോ?
സ്വന്തം മക്കളില്ല വളർന്നു എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രാപ്തിയായി എന്ന് വിശ്വസിക്കാൻ മിക്ക അമ്മമാർക്കും കഴിയുന്നില്ല എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അത് ആൺമക്കളുടേതായിക്കോട്ടെ ചില പെൺമക്കളുടേതും ആയിക്കൊള്ളട്ടെ. ഭൂരിഭാഗം ഞാൻ ആൺമക്കളുടേതെന്ന് പറയാൻ കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ആൺമക്കളുടെ പാരൻസിനാണല്ലോ. അതെന്താണെന്ന് വിചാരിച്ചാൽ അറിയാലോ എന്താണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും പക്വതയോടെ മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരുപാട് പാരൻസും ഉണ്ട് കേട്ടോ. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ചെയ്യുന്ന പാരൻസിനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരമ്മയായതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, അത് ഇനി അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ അവരോട് പറയുന്ന കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ എന്നെ അനാവശ്യമായിട്ട് ആരുപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ അമ്മയിൽ ഞാൻ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടത് എന്താണെന്നറിയോ, എൻ്റെ അമ്മ എന്നെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അനാവശ്യമായിട്ട് ഇതുവരേക്കും എനിക്ക് അമ്മ ഒരു ഉപദേശം തന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അമ്മേനോട് ചോദിക്കും, എന്താണ് അമ്മേ, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണല്ലോ, എന്താണ് വേണ്ടത്, ടെൻഷൻ അടിക്കാനുണ്ടോ, ഇങ്ങനെ ആദ്യം അമ്മേനോട് വിളിച്ച് സംസാരിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് നന്നായിട്ടറിയാം എനിക്ക് എന്തെങ്കിലും കാര്യത്തിന് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും അമ്മേൻ്റെ അടുത്ത് പോയി ചോദിക്കും എന്നുള്ളത്. ഇനി അമ്മയ്ക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ അമ്മക്ക് വലിയ അറിവില്ല എന്ന് എന്താ പറയുക, അമ്മക്ക് ഭയങ്കര അറിവാണ് ഈ കാര്യത്തിലെന്ന് കാണിക്കാനൊന്നും അമ്മ ശ്രമിക്കാറില്ല. നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ എനിക്കറിയില്ല മോളെ, എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇത്രയൊന്നും കോൺഷ്യസ് ആയിരിക്കില്ല, നമുക്കതിനൊന്നുമുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾ ഈ വളർന്ന പോലത്തെ ഒരു ചുറ്റുപാടിലല്ലല്ലോ നമ്മളുടെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരുപാട് വ്യത്യസ്തമാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒട്ടും സ്ട്രെസ്സ് തോന്നില്ല. അത് അമ്മ ഭയങ്കര ലൈറ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മോൻ്റേത് അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ പോലെ അല്ലെങ്കിൽ അമ്മയെക്കാളും ഇനി എന്തെങ്കിലും ബെറ്റർ ആക്കാൻ പറ്റുമെങ്കിൽ അതിൽ സൂപ്പറാക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. കാരണം എനിക്ക് എപ്പോഴും എനിക്ക് എൻ്റെ അമ്മയിൽ എനിക്ക് ഒരു കുറ്റം പറയാനില്ല എന്നുള്ളതാണ് കേട്ടോ. ഞാൻ അമ്മയുടെ കാര്യം പറയുന്നത് കൊണ്ടാണ് എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ എടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അല്ലാതെ അച്ഛനെ മാറ്റി നിർത്തുന്നതല്ല. ഡെഫിനറ്റായിട്ടും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള അച്ഛൻ തന്നെയാണ് എൻ്റേത്. എൻ്റെ പാരൻസ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ലക്കി ആയിട്ടുള്ള 2 പേരാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് എന്തും പറയാനുള്ള ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ ഞാൻ പറയുന്നത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ചിലവരുണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് കണ്ണെഴുതാത്തതിൻ്റെ പേരിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് കുഞ്ഞിന് കണ്ണെഴുതി കൊടുക്കാത്തത്, കണ്ണ് പ്രോപ്പർ ആവില്ല, കണ്ണിൽ അതാണ് ചീയടിയ എന്തൊക്കെയല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, കൺഫ്യൂഷൻസ് ആക്കാൻ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഉപദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഭംഗി ഉണ്ടാവില്ല കാണാൻ, കണ്ണിന് കളർ ഉണ്ടാവില്ല, ഇതൊക്കെ ശുദ്ധ മണ്ടത്തരാണെന്ന് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്കൊട്ടും മനസ്സിലാവില്ല. ഇതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് പറയട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ അതൊന്നും തിരുത്താനും പോയിട്ടില്ല. പറഞ്ഞു കൊടുക്കേണ്ടവർക്ക് അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് 1-2 തവണ ഒരു മിനിറ്റ് അവിടെ ഇരിക്കാമ്പോൾ വോയിസ് കൊടുത്തിട്ട് വരും കേട്ടോ. അവൻ ഇച്ചിരി കലിപ്പായി കേട്ടോ. ഇനി ഒന്ന് സെറ്റാക്കിയിട്ടാണ് ആദ്യം വന്നിട്ടുള്ളത്. കുറച്ച് വലിയ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്ര ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞും തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ചിലപ്പോൾ നമ്മളുടെ പാരൻസിനും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അവരങ്ങനെ കണ്ണിലൊക്കെ മഷിയിട്ട് കൊടുത്തതല്ലേ, അവരൊക്കെ അങ്ങനെ കേട്ടിട്ടല്ലേ വളർന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടറോട് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും. അപ്പോൾ അവർക്ക് എന്നാൽ ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ എന്താ പറയുക, ഡോക്ടർക്ക് അങ്ങനെ പലതും പറയാം. ഇത്രയും പഠിച്ച ഡോക്ടർക്കാളും ഇവരാണ്, എക്സ്പീരിയൻസ് കൊണ്ട് ഇവരെന്നാണ് ഇവർ സ്ഥാപിക്കുന്നുണ്ടാവുക. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഉപദേശിക്കുന്നവരതല്ല, ഇതിലേ കേൾക്കുക അതിലേ വിടുക. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ വിഷമമുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി ആര് ശ്രമിച്ചാലും ചെയ്യാതിരിക്കുക. കാരണം എനിക്ക് എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റാണ് കേട്ടോ, സ്വന്തം കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് ദയവേദിട്ട് ആരും പോയിട്ട് ഉപദേശിക്കാൻ നിൽക്കണ്ട. അതിന് പാരൻസ് അനാവശ്യമായിട്ട് ഇടപെടുന്ന പാരൻസിൻ്റെ കാര്യങ്ങളും കേൾക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ തോന്നും കേട്ടോ, ഇങ്ങനെയൊക്കെ പാരൻസിന് പെരുമാറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങനത്തെ പാരൻസും ഉണ്ട്. നമ്മളൊരിക്കലും നമ്മളുടെ ജീവിതം വെച്ച് മാത്രം നമ്മളൊന്നും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ പലതരത്തിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നമ്മൾ ബെറ്ററായിട്ട് ജീവിക്കാൻ നോക്കുക. ഇനി അടുത്ത തലമുറയിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. പണ്ടേ പാടി വന്ന പാട്ട് വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് അവസാനിപ്പിക്കുക. കാരണം അതിലൊരുപാട് മണ്ടത്തരങ്ങളും ഉണ്ടാവും, കുറച്ചൊക്കെ നല്ല കാര്യങ്ങളും ഉണ്ടാവും. നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക, വേണ്ടാത്ത മണ്ടത്തരങ്ങൾ അങ്ങ് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാം. ഇങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. എനിക്ക്
ഒരുപാട് ആൾക്കാരുടെ മെസ്സേജസ് വരാറുണ്ട്. അവരൊക്കെ പറയുന്ന അവരുടെ ഓരോരോ പ്രോബ്ലംസൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തന്നെ തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു തരം ഫീലിങ്സ് ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഈ ഒരു സംസാരം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ കാര്യത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഷോർട്ടാക്കി പറയുകയാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചാൽ നമുക്കങ്ങനെ പെട്ടെന്ന് ചുരുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഇങ്ങനത്തെ സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനെ മര്യാദയ്ക്ക് വളർത്താനുള്ളൊരു മനസ്സ് പോലും മിക്ക പാരൻസിനും കിട്ടില്ല കേട്ടോ. അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരി, ബായ്.